പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വളരെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ്. നമ്മളെയൊക്കെ നിരാശപ്പെടുത്തുന്ന വാർത്തയാണ്. മക്കളൊന്നും എത്ര കേട്ടാലും അറിഞ്ഞാലും മനസ്സിലാവാത്ത മക്കൾ. ഇന്നലെ കണ്ട ആർക്കോ വേണ്ടി അവർ സ്വയം ജീവൻ ഒടുക്കുകയാണ്. അവരുടെ ജീവൻ അവർ വേണ്ടെന്ന് വെക്കുകയാണ്. അവർ ചിന്തിക്കാത്തത് ഇവരെ ഇത്രകാലം സ്നേഹിച്ചവരെയാണ്, അവർക്ക് വേണ്ടി ജീവിച്ചവരെയാണ് അവരാ സമയം മറന്നു പോകുന്നത്. ഇന്നലെ കണ്ട ആർക്കോ വേണ്ടി അവരെ സ്നേഹിക്കുന്നവരെയും അവരെ ഇഷ്ടപ്പെടുന്നവരെയും ഉപേക്ഷിച്ച് അവർ പോവുകയാണ്. നഷ്ടം മറ്റാർക്കുമല്ല, അവരുടെ മാതാപിതാക്കൾക്കും കുടുംബക്കാർക്കും തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ വീഡിയോ ഒക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യണം. എന്നുവെച്ചാൽ ഞങ്ങൾ ഇതുപോലുള്ള മരണവാർത്തകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ യൂട്യൂബിൽ നിന്നും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈക്ക്, നിങ്ങളുടെ സപ്പോർട്ട് അത് ഉണ്ടാവുകയാണെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഈ ഒരു വേദനിപ്പിക്കുന്ന വാർത്ത വന്നത് മലപ്പുറത്ത് നിന്നാണ്. പെൺകുട്ടിക്ക് ഇഷ്ടമില്ലാത്ത നിക്കാഹ് കഴിപ്പിച്ചു. മലപ്പുറത്തുള്ള ഒരു നവവധു മരിച്ച നിലയിൽ കാണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ 2025 പിറന്നിട്ട് ഇതുപോലെ എത്ര മരണങ്ങളാണ് നമ്മൾ കാണാനിടയായത്. 2 പെൺകുട്ടികൾ നിറത്തിൻ്റെ പേരിൽ സ്വയം ജീവനൊടുക്കി. ഈ പെൺകുട്ടി മരിക്കാനുള്ള കാരണം, ഈ പെൺകുട്ടിക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു. ഷൈമ സിനിവർ എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു നിക്കാഹ് കഴിഞ്ഞത്. 18 വയസ്സാണ്. ഈ പെൺകുട്ടിക്ക് താല്പര്യമില്ലാത്ത ചടങ്ങാണത്രേ ഈ വീട്ടുകാർ നടത്തിയത്. അങ്ങനെയാണ് പോലീസുകാരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത നിക്കാഹ് ചെയ്തു കൊടുത്തു. അതുകൊണ്ട് ഇപ്പോൾ എന്താ കാര്യം ഉണ്ടായേ? ആ കുട്ടി അങ്ങ് പോയി. ഇന്നത്തെ കുട്ടികളുടെയൊന്നും അതൊന്നും പണി പോവില്ല. കുട്ടികളുടെ മനസ്സറിഞ്ഞ് അത് നല്ലതാണെങ്കിൽ നടത്തി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഒരു മരണത്തിന് നമ്മൾ കൂടി കാരണക്കാരാകുമ്പോൾ അതിൻ്റെ കുറ്റക്കാരും ഞങ്ങളാവുകയാണ്. പടച്ചറബിൽ നിന്നുള്ള ശിക്ഷ 2 പേർക്കും ഒരുപോലെ തന്നെയാണ്. അത് പ്രേരിപ്പിക്കുന്നവർക്കും ചെയ്തവർക്കും. നല്ലതാണോ എന്ന് നോക്കി, നല്ലതാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല ഉചിതം. വെറുതെ ഒരു ജീവൻ നഷ്ടപ്പെടുത്തണ്ടല്ലോ. ഈ സംഭവം, ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്ത്, ഈ പെൺകുട്ടി ഇഷ്ടപ്പെടുന്ന ആ ചെറുക്കൻ ആത്മഹത്യക്ക് ശ്രമിച്ചു അത്രേ. പിതാവിൻ്റെ സഹോദരൻ്റെ കൂടെയാണ് ഈ പെൺകുട്ടി താമസിക്കാറ്. 2 വർഷം മുമ്പ് പിതാവ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടിരുന്നു. പിതാവ് മരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വീട്ടിലാണ് ഇവരൊക്കെ താമസിക്കാറ്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഷൈമയുടെ നിക്കാഹ് കഴിഞ്ഞത്. മതപരമായ ആചാരപ്രകാരമായിരുന്നു ചടങ്ങ്. നിക്കാഹ് കഴിഞ്ഞുവെങ്കിലും പക്ഷേ പെൺകുട്ടിയെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നില്ല. നിക്കാഹിന് ഈ പെൺകുട്ടിക്ക് സമ്മതക്കുറവുണ്ടായിരുന്നു എന്നാണ് പോലീസുകാരുടെ അന്വേഷണത്തിൽ മനസ്സിലായത്. വീടിനടുത്തുള്ള ഒരു 19കാരനായ യുവാവുമായി ഈ പെൺകുട്ടി ഇഷ്ടത്തിലായിരുന്നു. അയാളെ വിവാഹം കഴിക്കണമെന്ന് ഈ പെൺകുട്ടിക്ക് താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. മറ്റൊരാളുമായുള്ള വിവാഹമാണ് വീട്ടുകാർ ഉറപ്പിച്ചത്. ഇതറിഞ്ഞ 19കാരനായ യുവാവ് ജീവനൊടുക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. തുടർന്ന് ഇയാളെ മഞ്ചേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എങ്കിലും ഗുരുതരമായ പരിക്കുകളൊന്നും ഉണ്ടായിട്ടില്ല. ജീവൻ രക്ഷപ്പെട്ടു. എന്നാൽ ഈ പെൺകുട്ടിക്ക് ആഗ്രഹിച്ച വിവാഹം നടക്കാത്തതിനാൽ മനോവിഷമമായിരുന്നു. ഇതൊക്കെ പോലീസിൻ്റെ അന്വേഷണത്തിലാണ് മനസ്സിലായത്. പെൺകുട്ടിയുടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ അസ്വാഭാവികമായ മരണത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. പോലീസ് ഇതേ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് പറയുന്നത്. വീട്ടുകാരുടെയും അയൽക്കാരുടെയും ഒക്കെ മൊഴി പോലീസുകാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകുന്നേരം 6 മണിയോടെയാണ് ഷൈമ ഒരു മുളം കയറിൽ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചത്. ഈ മരണവുമായി ബന്ധപ്പെട്ട് ചികിത്സയിൽ കഴിയുന്ന ഈ പെൺകുട്ടി പ്രണയിച്ച ആ ചെറുക്കനോട് പോലീസ് വിശദമായ അന്വേഷണത്തിന് ശേഷമേ സംഭവം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ എന്ന് പോലീസ് അറിയിക്കുകയുണ്ടായി. എന്ത് പ്രശ്നങ്ങളും എന്ത് പ്രയാസങ്ങളും ഉണ്ടായാൽ അതിനെയൊക്കെ നേരിട്ട് കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. എങ്ങനെയായാലും നമ്മൾ മരിക്കാൻ തീരുമാനിച്ച്, എന്നാൽ പിന്നെ ആ ജീവിതത്തോട് പൊരുതി മരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. ആരും ഇതുപോലെ ഒന്നും ചെയ്യരുത്. കടുത്ത പാപമാണ്, ഹറാമാണ്. പടച്ചറബിൽ നിന്ന് വലിയൊരു ശിക്ഷ തന്നെയാണ് ഇതിന് ലഭിക്കുക. പടച്ചറബ് ആ മോളെ കാക്കട്ടെ. പടച്ചറബ്ബേ,
പെട്ടെന്നുള്ള ആ വിഷമം കൊണ്ട് ചെയ്തു പോയതാണ് റബ്ബേ. ആ മോൾക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം ആ മോൾക്ക് കൊടുക്കണേ റബ്ബേ. അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ. പഠിച്ച റബ്ബേ, ഇതുപോലെയൊന്നും ആർക്കും ഒരു മക്കൾക്കും തോന്നിപ്പിക്കല്ലേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് ഏവർക്കും നൽകട്ടെ. പഠിച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. ഇതുപോലുള്ള ബുദ്ധിയൊന്നും നമ്മുടെ മക്കൾക്കൊന്നും തോന്നിപ്പിക്കാതിരിക്കട്ടെ. ആമീൻ. എല്ലാവരും ഈ കുട്ടിക്ക് വേണ്ടി, ഈ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.